സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആകെ 10 മരണം, 8 പേരെ കാണാനില്ല, 13 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ ക്യാമ്പുകൾ. ഇന്നലത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞത് ആശ്വാസകരമാണ്. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പലയിടത്തും പരാതിയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. കനത്ത മഴയും വിവിധ മേഖലകളിലെ പ്രളയവും കണക്കിലെടുത്ത് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലെ അങ്കണവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും അവധിയാണ്. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. കാണാതായ അഞ്ചുതെങ്ങ് സ്വദേശിയായ ഫ്രീമോന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. രാവിലെ കണ്ണാന്തുറയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ചേർന്ന് 3 ബോട്ടുകളിലാണ് തെരച്ചിൽ തുടരുന്നത്. തെരച്ചിലിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കിയിരിക്കുകയാണ്. മുതലപ്പൊഴി അപകടരഹിതമാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് രമ്യ ഹരിദാസ് MLA പറഞ്ഞു. എറണാകുളം ജില്ലയിലും കിഴക്കൻ മേഖലകളിലും മഴയ്ക്ക് ശമനം. ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 160 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മൂവാറ്റുപുഴയാറും, തൊടുപുഴയാറും, കോതയാറും, കാളിയാറും, പൂയംകുട്ടിപ്പുഴയും കോതമംഗലം പുഴയും കരകവിഞ്ഞു. കോതമംഗലം മണികണ്ഠൻ ചാൽ ചപ്പാത്തും കുടമുണ്ട പാലവും മണിക്കിണർ പാലവും മുങ്ങി. പെരിയാറിലെ ജലനിരപ്പ് 3 അടിയോളം ഉയർന്നു. ആലുവ, മണപ്പുറവും ശിവക്ഷേത്രവും വെള്ളത്തിൽ മുങ്ങി. ഏറെക്കാലത്തിന് ശേഷം ഇക്കുറി മഴക്കാലത്ത് എറണാകുളം KSRTC സ്റ്റാൻഡിൽ വെള്ളം കയറിയില്ല എന്നത് ആശ്വാസമായി. ഡ്രെയിനേജ് നിർമ്മിച്ചതും ബസ് ബേ ഉയർത്തിക്കെട്ടിയതും കെട്ടിടം നവീകരിച്ചതുമാണ് യാത്രക്കാർക്ക് ആശ്വാസമായത്. മഴ കുറഞ്ഞെങ്കിലും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും കെടുതികൾ തുടരുകയാണ്. നദികളിൽ ജലനിരപ്പ് അതേപടി തുടരുകയാണ്. അതേസമയം ചെല്ലാനം, കണ്ണമാലി തീരപ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. ശക്തമായ ഒന്ന് മഴ പെയ്താൽ കണ്ണമാലി പ്രദേശത്തുള്ളവരുടെ നെഞ്ചിൽ തീയാണ്. കാരണം വീടുകളിൽ വെള്ളം കയറും, എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ്. പലതവണ ഇവരുടെ ദുരിതം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നതാണ്, അധികൃതർക്ക് മുന്നിൽ കൊണ്ടുവന്നതാണ്. ടെട്രാപോഡ് നിർമ്മാണമൊക്കെ പകുതി വഴിയിൽ കിടക്കുകയാണ്. ഇപ്പോഴത് പൂർത്തിയാകും, അല്ലെങ്കിൽ അടുത്ത മഴയ്ക്ക് മുൻപ് അത് പൂർത്തിയാകും. ഇനിയെങ്കിലും സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാമെന്ന ഇവരുടെ ഓരോ പ്രതീക്ഷയും അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലൊരു നടപടിയും ഉണ്ടായില്ല. ഇന്നലെയും പതിവ് പോലെ തന്നെ വീടുകളിൽ വെള്ളം കയറി. വേലിയേറ്റ സമയത്ത് വീടുകൾ വെള്ളം കയറി. ഇവർക്കിവിടെ നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആ വേലിയേറ്റത്തിന് ശേഷം, ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷമുള്ള വീടിൻ്റെ ഉള്ളിലെയും മുൻപിലെയും ഒക്കെ കാഴ്ചകളാണ്. ഇന്ന് നമ്മൾ വരുമ്പോഴൊക്കെ ഇവർ വീട് വൃത്തിയാക്കുകയാണ്. വീണ്ടും ഇവിടെ താമസിച്ചല്ലേ പറ്റൂ, മറ്റെങ്ങോട്ടേക്ക് പോകാനെന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴും ഇവരുടെ ബാക്കിയായി നിൽക്കുന്നത്. ചേട്ടാ, ഇത്തവണയും വെള്ളം കയറി വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അതെ, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രതീക്ഷിക്കാത്തൊരു കയറ്റമാണ് കയറിയത്. അപ്പം ഞങ്ങൾ ഉടനടി പുലിമുട്ടും ടെട്രാപോഡും വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് പിന്നെയും കാലതാമസം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഇതും കൂടി ആയപ്പോഴേക്കും അവർ പെട്ടെന്ന് തന്നെ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രതീക്ഷയും പോയി. കാരണം ഇപ്പോൾ ഇന്നലത്തോടുകൂടി അവസ്ഥ കണ്ടല്ലോ. ഇപ്പോൾ കംപ്ലീറ്റ് ഈ 2 വീടും വെള്ളം കയറി. അപ്പുറത്തെ വീട് കംപ്ലീറ്റ് വെള്ളം കയറി. ഇവിടുന്ന് വെള്ളം പോകാനായിട്ട് വേറെ വഴിയില്ല. അവിടേക്കെല്ലാം മതിൽ കെട്ടി വെച്ചേക്കണേണ്. പിന്നെ ഇവിടുന്ന് പതുക്കെ അങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകണം വെള്ളം. അപ്പോഴേക്കും നമ്മുടെ ഈ ഭിത്തിയൊക്കെ എല്ലാം പോകും. വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ അത് നിൽക്കുന്നത്. ഇതിൻ്റെ ഫോഴ്സ് കുറയുന്നില്ലേ കടലിൻ്റെ? ഒന്ന് അടിച്ചു കഴിയുമ്പോൾ അടുത്ത പുറകിന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളം പോകാനുള്ളൊരു ഗ്യാപ്പില്ല. അതുകൊണ്ടാണ് ഈ പെരക്കകത്തൊക്കെ വെള്ളം കയറുന്നത്. ആ ബേക്കിലുള്ള വീട് കംപ്ലീറ്റ് വെള്ളം കയറിയിരിക്കണേണ്. 1, 2 അല്ല, 3, 4, 5 വീട് കംപ്ലീറ്റ് വെള്ളം. ഒന്നാമത്തെ കാര്യം മതിൽ കെട്ടിയിരിക്കണതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അനുഭവിക്കണത് ഞങ്ങൾ തന്നെയാണ് ഇവിടെ. ഫസ്റ്റ് കിടക്കണത് ഞങ്ങളാണ് ഇവിടെ. അത് ഈ ഭിത്തി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം പോക്കാണ്. കടലിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കടലിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ താൽക്കാലികമായിട്ടുള്ള ഈ ചാക്കിൽ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചാക്കുകെട്ടുകൾ അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നേരെ വെള്ളം വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും അത് കൃത്യമായി വ്യക്തമാണെങ്കിൽ പോലും ആ ബാഗുകളെല്ലാം തന്നെ നശിച്ചു അല്ലേ. ശക്തമായിട്ട് കാറ്റടിച്ചും
മഴ പെയ്തും കടലെല്ലാം നശിച്ചു. ഇനി എത്രയും വേഗം ഞങ്ങൾക്ക് ടെട്രാപ്പടും പുലിമുട്ടും തന്നാലേ ഞങ്ങൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീടുമ്പോൾ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകണമെന്നല്ല. ഞങ്ങളുടെ ഉള്ള പണിയെടുത്തുള്ള കാശ് വെച്ചാൽ ഞങ്ങളിത് ചെയ്തേക്കണം. ഇനി ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് ഏത് കാലത്തൊരു നല്ലൊരു വീട് വെക്കാനാണ്. എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇങ്ങനൊരു വീട് വെച്ചത്. ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണ്ടേ? അപ്പം ഇതിന് നല്ലൊരു പരിഹാരം ആക്കി തരുമെന്ന് ഞങ്ങൾ പറയണത്. ഇതിപ്പോൾ ഇന്നലെ എപ്പോഴാണ് വെള്ളം കയറിയത്? ഇന്നലെ ഒരു 11:30 കൂടി കയറിയിട്ട് രാത്രി ഒരു 8 മണി വരെയും കയറ്റം തന്നെ ഇരുന്നു. അതുവരെ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടാണ് നിന്നേച്ചത്. ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് വെള്ളം ഇറങ്ങി പോകാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം മൊത്തം ഇങ്ങനെ ഒഴുകി കയറിയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ഞങ്ങളത് കെട്ടിയത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റണില്ല. ഞങ്ങൾ പണിയെടുക്കണത് മുഴുവനും ഞങ്ങൾ ഈ കടലിനെ തടയാൻ വേണ്ടിയാണ് ഞങ്ങൾ ചിലവഴിക്കണത്. ഞങ്ങൾക്ക് ഒരു സമ്പാദ്യമായിട്ട് ഞങ്ങൾക്ക് വെക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ എത്രയും വേഗം ഞങ്ങൾക്കൊരു ടെട്രാപ്പടും പുലിമുട്ടും ഇവിടെ തന്നുമെന്നാണ് ഞങ്ങളുടെ. അതുതന്നെയാണ് ഏറ്റവും വലിയ സങ്കടത്തോടുകൂടി തന്നെയാണ് ആ ചേച്ചി പറയുന്നത്. അവരുടെ വിഷമം നമുക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും സ്വപ്നമാണ് ഒരു നല്ല വീട്, അവിടെ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയണമെന്നുള്ളൊരൊക്കെ ആഗ്രഹം. അങ്ങനെ അവരുടെ സമ്പാദ്യം മുഴുവനും വെച്ച് ഉണ്ടാക്കിയ വീടാണ്. പക്ഷെ ആ വീട്ടിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതിൽ നിന്ന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് അവരും അപേക്ഷിക്കുന്നത് അധികാരികളോട്. ഇതിൽ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇവിടെ മണ്ണ് നിറച്ച ബാഗുകളെല്ലാം തന്നെ നശിച്ചു പോയിരിക്കുകയാണ്. അതിങ്ങനെ താഴേക്ക് വീണ് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കടൽ വേലിയേറ്റ സമയത്ത് വെള്ളം ഇവരുടെ വീട്ടിലെ ഉള്ളിലേക്കൊക്കെ കയറുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ അനുഭവിക്കുന്നത്. എന്തായാലും കണ്ണമാലി നിവാസികളുടെ ആവശ്യം എത്രയും വേഗം അധികൃതർ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവരിപ്പോഴും ഇരിക്കുന്നത്. എന്തായാലും എറണാകുളം ജില്ലയിൽ ഇന്നിപ്പോൾ മഴ മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ആലുവയുടെ തീരപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ്. മലയോര മേഖലയിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അവിടെ നിന്ന് മാറണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നത്. എന്തായാലും ഇത് ഒഴിവാക്കി കണ്ണമാലിയിലെ ദുരിതം അതിങ്ങനെ തുടരുകയാണ്. അത് ആ ഒരു സാഹചര്യം മാറ്റി നിർത്തിയാൽ ജില്ലയിൽ മറ്റിടങ്ങളിലെല്ലാം ശാന്തമായിട്ടുള്ളൊരു പ്രതീതിയാണ്. അത് വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. ഇടുക്കി ജില്ലയിൽ ശക്തി കുറഞ്ഞ മഴ തുടർച്ചയായി പെയ്യുന്നു. പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴയാർ ഉൾപ്പെടെ നദികളിൽ നീരൊഴുക്ക് ശക്തിപ്പെട്ടു. വൈദ്യുതി തടസ്സം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ജില്ലയിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. 28 കുട്ടികൾ ഉൾപ്പെടെ ആകെ 132 പേർ ക്യാമ്പുകളിലുണ്ട്. കനത്ത മഴയ്ക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിലും കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. പാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞുപോകാൻ തുടങ്ങിയെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ദുരിതം തുടരുകയാണ്. അതേസമയം പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടമാണ് കിഴക്കൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. തുടർച്ചയായ ദുരിതപ്പെയ്ത്തൽ പ്രളയഭീതിയിലായി ആലപ്പുഴ ജില്ലയും. കിഴക്കൻ മലയോര മേഖലകളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് പമ്പ, അച്ചൻകോവിൽ, മണിമലയാറുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അപ്പർ കുട്ടനാടും തീരദേശ മേഖലകളും കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അമ്പലപ്പുഴയിൽ 6 വീടുകൾ ഭാഗികമായി തകർന്നു. പാലക്കാട് ജില്ലയിൽ മഴ കുറഞ്ഞു. അട്ടപ്പാടിയിൽ വനംവകുപ്പ് റേഞ്ച് ഓഫീസിലെ കൂറ്റൻ മരം കടപുഴകി. വനംവകുപ്പിന്റെ ജീപ്പ് ഷെഡും ജീപ്പും തകർന്നു. ആർക്കും പരിക്കില്ല. ഒറ്റപ്പാലം, മീറ്റ്ന തടയണ, മാന്നന്നൂർ, ഉരുക്കു തടയണ, ഷൊർണൂർ തടയണ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. ഒറ്റപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. നഗരസഭയുടെ പിറകുവശത്തുള്ള വീടുകളിലാണ് വെള്ളം കയറിയത്. ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. നിലവിൽ പട്ടാമ്പി, തൃത്താല ഭാഗങ്ങളിൽ ഇരുകര മുട്ടിയാണ് പുഴ ഒഴുകുന്നത്. പട്ടാമ്പി പാലത്തിന് 1.5 മീറ്റർ താഴ്ചയിലാണ് ഇപ്പോൾ ജലനിരപ്പുള്ളത്. മഴ കൂടുതൽ ശക്തമായാൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഓങ്ങല്ലൂർ, ചെങ്ങണാംകുന്ന് റെഗുലേറ്ററിലും തൃത്താല, വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെയും ഷട്ടറുകൾ മുഴുവൻ തുറന്നിട്ടുണ്ട്. ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്.